ഈശോയിൽ സഹോദരങ്ങളെ, കുരിശിലെ അന്ത്യമൊഴികളിലൂടെയുള്ള ഒരാത്മീയ യാത്രയാണ് ഈ ദിവസങ്ങളിൽ നാം നടത്തുന്നത്. മറ്റ് ഈശോ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്ന് ഈശോയുടെ കുരിശിലെ പ്രഭാഷണത്തെ വ്യത്യാസപ്പെടുത്തുന്ന ഘടകം നമുക്ക് വളരെ വ്യക്തമാണ്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ അപാത ചൂട് മുറിവേറ്റ് മരണത്തിനും ജീവനുമിടയിൽ, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കുരിശിൽ കിടക്കുന്ന നേരത്താണ് ഈശോ തൻ്റെ ഈ അന്ത്യമൊഴികൾ പറയുന്നത്. ഒരു പക്ഷേ ഒരു ആത്മീയമായ ഒരു ഹോളി വീക്കിനുള്ള ഒരുക്കമെന്ന വണ്ണം നമുക്ക് ഈ 7 വചനങ്ങൾ കാണാതെ മനഃപ്പാഠമാക്കുന്നത് നന്നായിരിക്കും. ആ 7 വചനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന ആദ്യ മൊഴി: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. രണ്ടാമത്തെ വചനം: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ മൊഴി: ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ മൊഴി: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അഞ്ചാമത്തെ മൊഴി: എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തേത്: എല്ലാം പൂർത്തിയായി. അവസാന മൊഴി: അബ്ബാ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ 7 വചനങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ, പരസ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുക്കം, അവസാനത്തെ 3 മണിക്കൂർ സമയത്തെ അതികഠിനമായ വേദനയുടെ സമയത്ത് പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സുവിശേഷകന്മാർ വളരെ ശ്രദ്ധയോടെയാണ് അവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് ആദ്യ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 23:34 വചനം: പിതാവേ, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ കാണാൻ ശ്രമിച്ചത്. ഒന്ന്, ക്ഷമ നമ്മൾ സ്വീകരിക്കണം, മാപ്പ് നമ്മൾ സ്വീകരിക്കണം. 2, നമ്മൾ മാപ്പ് കൊടുക്കണം. ഈ വചനം നമ്മളിൽ ജീവിക്കണമെങ്കിൽ മാപ്പ് സ്വീകരിക്കണം, മാപ്പ് കൊടുക്കണം. ഭൂതകാലത്തെ ലജ്ജിപ്പിക്കുന്ന, ഇനിയും നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ സംഭവങ്ങൾ, അവ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വചനം സന്ദേശം അവസാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്: ഒരു സ്പിരിച്വൽ എക്സസൈസ് നമ്മൾ ചെയ്യണം. അതെങ്ങനെയാണ്? നമുക്ക് നമ്മളോട് തന്നെ മാപ്പ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകൾ 3-4 മേഖലകൾ തിരഞ്ഞെടുത്ത് അവയുടെ മേൽ ഈ വചനം പറഞ്ഞ് നമ്മൾ മാപ്പ് സ്വീകരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു മാപ്പ് കൊടുക്കുക. ഈശോ മാപ്പ് കൊടുക്കാൻ ഒരു കാരണം കണ്ടെത്തി. അത് ഇഗ്നറൻസാണ്, അജ്ഞതയാണ്. ദൈവമേ, എൻ്റെ ശൈശവത്തിൻ്റെ വിശുദ്ധിയും കൗമാരത്തിലെ നിഷ്കളങ്കതയും യൗവനത്തിലെ സ്വപ്നങ്ങളും ഇന്നും എൻ്റെ ജീവിതയാത്രക്കിടയിൽ ഒട്ടേറെ വഴിമുടക്കികൾ എന്ന വണ്ണം കടന്നു വരുന്ന വിപരീതമായ സാഹചര്യങ്ങളും എനിക്ക് സമ്മാനിക്കുന്നവർ അജ്ഞരാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പിടിയില്ല. അതുകൊണ്ടാണ് ദൈവമേ, അവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് മാപ്പ് സ്വീകരിച്ച് മാപ്പ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് കണ്ടു. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് കുരിശിലെ 2ാമത്തെ മൊഴിയാണ്. അത് നല്ല കള്ളനോട് പറഞ്ഞ മൊഴിയാണ് എന്ന് നമുക്കറിയാം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കുമെന്ന് പറയുന്ന വചനം. ഈ വചനത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് ധ്യാനിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. നമുക്കറിയാം, അന്ന് ഈശോ കുരിശിൽ മരിച്ച ദിവസം എത്ര കുരിശുമരങ്ങൾ കാൽവരി കുന്നിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് പിടിയില്ല. പക്ഷേ സുവിശേഷം വളരെ കൃത്യമായി നമ്മളോട് പറയുന്ന 3 കുരിശുകളുണ്ട്. ഒന്ന് നല്ല കള്ളൻ്റെ, ഒന്ന് വളരെ മോശപ്പെട്ട കള്ളൻ്റെ, 3 പെരുങ്കള്ളനായി മുദ്ര കുത്തപ്പെട്ട ഈശോയുടെ കുരിശ്. 2 കള്ളന്മാർ അവർ സാധാരണയായി നമ്മളുടെ സ്വാഭാവികമായ കാഴ്ചപ്പാടിലുള്ള മനുഷ്യരുടെ വസ്തുക്കൾ തട്ടിപ്പറിക്കുന്നവരോ വീടുകൾ കയറി കവർച്ച നടത്തുന്നവരോ ആയിട്ടല്ല ബൈബിൾ പണ്ഡിതന്മാർ പൊതുവെ ധ്യാനിക്കുന്നത്. പൊതുവെ സീലറ്റ്സ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന സമൂഹത്തിൽപ്പെട്ട വ്യക്തികളായിരിക്കണം. അങ്ങനെ കവർച്ച നടത്തുകയും ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന മനുഷ്യരായിരിക്കും. ഇവർ 2 പേരുമാണ് ഈശോയുടെ ഇടത്തും വലത്തുമായിട്ട് കിടക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 53:12 നമ്മൾ വായിക്കുന്നുണ്ട്: അവൻ ദുഷ്ടരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന്. ഒരർത്ഥത്തിൽ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന വണ്ണമാണ് ഈശോ
ഈ കുരിശിൽ ഇങ്ങനെ കിടക്കുന്നത്? ഇതാ, ഹൃദയം കവർന്നു, മാനവരാശിയുടെ ഹൃദയം കവർന്നു എന്ന കാരണം കൊണ്ടാണ് പെരുങ്കള്ളനെന്ന് മുദ്രകുത്തി ഈശോയെ കുരിശിൽ കിടത്തിയിരിക്കുന്നത്. വിശുദ്ധ ലിയോ ഇങ്ങനെ ആ കുരിശിലെ ഈശോയുടെ ആ കിടപ്പിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊരർത്ഥത്തിൽ അന്ത്യവിധിയുടെ ഒരു മുന്നാസ്വാദനം എന്ന വണ്ണമാണ്. ന്യായാധിപനായി ഈശോ കിടക്കുന്നു, ഒരു വശത്ത് നല്ല മനുഷ്യർ, വേറൊരു വശത്ത് ദുഷ്ടരായ മനുഷ്യർ. നമ്മൾ വായിക്കുന്നില്ലേ മത്തായിയുടെ 25-ാമത്തെ അധ്യായത്തിൽ കോലാടുകളെയും ചെമ്മരിയാടുകളെയും മാറ്റി നിർത്തുന്ന, വേർതിരിക്കുന്ന ഒരു ന്യായാധിപൻ കടന്നു വരുമെന്ന്. ഒരർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് അന്ന് കാൽവരിക്കുന്നിൽ നടന്നത്. നല്ല കള്ളൻ, ദുഷ്ടനായ കള്ളൻ എന്നിങ്ങനെ രണ്ട് സമൂഹമായി അവർ വേർപിരിയുന്നു. സത്യത്തിൽ അന്ന് ആദ്യ മൊഴി ഈശോ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. അത് മാപ്പിൻ്റെ വചനമാണ് എന്ന് നമ്മൾ കണ്ടു. ഈ മൊഴി ഈശോ പറഞ്ഞപ്പോൾ കേട്ടവർ രണ്ട് വിധത്തിലാണ് അത് സ്വീകരിച്ചത്. അക്കാലത്തും ഇക്കാലത്തും എല്ലാ കാലത്തും ഈശോയുടെ വചനങ്ങളെ സ്വീകരിക്കുന്നത് ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം. ഈശോ പറഞ്ഞ വാക്കുകളെ സ്വീകരിച്ച് ഹൃദയം കഠിനമാക്കുന്ന മനുഷ്യരുണ്ട്, വളരെ മൃദുലമാക്കി അവരിലേക്ക് തിരിയുന്നവരുമുണ്ട്. അപ്പോൾ ഒട്ടേറെ കഠിനമാക്കി ചില മനുഷ്യർ, അവരെക്കുറിച്ചാണ് ലൂക്ക 23:34 കഴിഞ്ഞുള്ള ആ വചനങ്ങളിൽ പറയുന്നത്. 3 ആവർത്തിയെങ്കിലും അവനോട് പറഞ്ഞു, നീ രക്ഷകനാണല്ലോ, നീ നിന്നെ തന്നെ രക്ഷിക്ക്. നമ്മൾ ഓർക്കണം, യേശുവിൻ്റെ ആദ്യ പ്രലോഭനവും അന്ത്യപ്രലോഭനവും ഒന്നു തന്നെയായിരുന്നു. നീ രക്ഷകനാണ് എങ്കിൽ നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നീ നിന്നെ തന്നെ രക്ഷിക്കുക. നീ മറ്റുള്ളവരെ രക്ഷിച്ചല്ലോ എങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കുക. ആദ്യ പ്രലോഭനവും ഇത് തന്നെയായിരുന്നു. ഇതാ, ദേവാലയത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് നീ എടുത്തു ചാടുക, നീ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുക. വിശുദ്ധ ക്രിസോസ്റ്റം സഭാപിതാവാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രനാകാൻ രക്ഷകൻ കുരിശിൽ തറയ്ക്കപ്പെടണമെന്നും കുരിശ് ഏറ്റെടുക്കണമെന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നത്? 3 കൂട്ടം മനുഷ്യർ ഈശോയുടെ മുമ്പിൽ അന്ന് നിൽക്കുന്നുണ്ട്. ഈശോ മാപ്പിൻ്റെ വചനം പറഞ്ഞപ്പോൾ: 1 പ്രമാണികൾ, 2 പീഡിപ്പിക്കുന്ന മനുഷ്യർ, 3 ഒട്ടേറെ ദുഷ്ടന്മാരുടെ പ്രതിനിധി എന്ന വണ്ണം മോശപ്പെട്ട കള്ളൻ. ഈ 3 കൂട്ടരും, പ്രമാണികൾ പറയുന്നതും പീഡിപ്പിക്കുന്ന പീഡിതർ പറയുന്നതും ഇപ്പുറത്ത് നിൽക്കുന്ന കള്ളൻ പറയുന്നതും ഒരേ കാര്യമാണ്: നീ നിന്നെ തന്നെ രക്ഷിക്കുക. കള്ളൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു: നീ നിന്നെ തന്നെയും രക്ഷിക്കുക, ഒപ്പം എന്നെയും രക്ഷിക്കുക. ഇങ്ങനെ ദൈവപുത്രനാണ് എങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കാനാണ് പറയുന്നത്. അങ്ങനെ നിന്റെ സ്ഥാനം നീ തെളിയിക്കുക. കടന്നുപോയ ബെനഡിക്റ്റ് മാർപ്പാപ്പ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ വചനത്തെ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, സത്യത്തിൽ അന്ന് ദൈവസുതന് നേരെ ഉണ്ടായ ഈ ചലഞ്ച് തന്നെയാണ്, ഈ ടെംപ്റ്റേഷൻ തന്നെയാണ് ഇന്ന് സഭയ്ക്ക് നേരെയുമുള്ളത്. യഥാർത്ഥ സഭയാണ് എങ്കിൽ നിങ്ങളത് തെളിയിക്കുക, നിങ്ങൾ സാഹസം കാണിക്കുക. മനുഷ്യൻ്റെ വെല്ലുവിളിക്കൊത്ത വിധം സാഹസം കാണിക്കാനാണ് ദൈവസുതനോടും തിരുസഭയോടും എല്ലാ കാലത്തും മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് സാഹസം കാണിക്കുന്ന ഒരു കൂട്ടരെ, ഒരു സർക്കസ് കൂടാരത്തിൽ എന്ന വണ്ണം സാഹസം കാണിക്കുന്നൊരു ദൈവപുത്രനെയാണ്, അല്ലെങ്കിൽ ഒരു തിരുസഭയെയാണ് ചില മനുഷ്യരെങ്കിലും കാണുന്നത് എന്ന്. ഈ വചനത്തെ തന്നെ ദൈവസുതൻ്റെ മുമ്പിൽ ഉയർത്തിയ ഈ വെല്ലുവിളിയെ തന്നെ അനുഗ്രഹീത വിശുദ്ധാത്മാവായ വിശുദ്ധ ജെറോം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അന്ന് ദൈവസുതൻ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ മരണശേഷം 3 ദിവസം ഭൂമിയുടെ അടിയിൽ കിടന്ന് ജീർണിച്ച ശരീരത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്യുന്നതാണോ മഹാത്ഭുതം? അദ്ദേഹം തന്നെ പറയുന്നു, നമുക്കറിയാവുന്നതുപോലെ തന്നെ മഹാത്ഭുതം എന്ന് പറയുന്നത് ജീർണിച്ച ശരീരത്തിൽ നിന്നും അവൻ എഴുന്നേറ്റ് വരുന്നതാണ്. എന്നിട്ട് വിശുദ്ധ ജെറോം ചോദിക്കുകയാണ്, എന്നിട്ട് അവർ വിശ്വസിച്ചോ? അവർ വിശ്വസിച്ചില്ല. എങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറഞ്ഞു വന്നത് ഇതാണ്: മാപ്പിൻ്റെ വചനം മുമ്പിൽ നിന്ന കുരിശിൻ്റെ താഴെ അന്ന് ജനക്കൂട്ടമില്ല, ഏതാനും പേരേ ഉള്ളൂ. കുറച്ച് പ്രമാണികളും കുറച്ച് ശ്രേഷ്ഠന്മാരും
കുറച്ച് പീഡിപ്പിക്കുന്ന മനുഷ്യരുമൊക്കെയാണ് ഉള്ളത്. തീർച്ചയായും കൂട്ടത്തിൽ അവൻ്റെ അമ്മയും സഹോദരനായ യോഹന്നാനും സ്നേഹിക്കുന്ന ഏതാനും മനുഷ്യരും. പക്ഷേ ഇവർ എടുക്കുന്ന രീതി, ഇവർ സ്വീകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകുന്നുവെന്ന്. ഇവിടെയാണ് ഇതാ ആദ്യപ്രലോഭനവും അന്ത്യപ്രലോഭനവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇനിയാണ് നമ്മൾ യഥാവിധം ആ കഥയിലേക്ക് പ്രവേശിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്തെ വശത്ത് ഈശോയുടെ വലതുവശത്ത് ഒരു കള്ളൻ കിടക്കുന്നുണ്ട്. വലതുവശം എന്ന് ബൈബിളിൽ പറയുന്നില്ല എങ്കിലും നല്ല കള്ളനെയും മോശപ്പെട്ട കള്ളനെയും വേർതിരിക്കാൻ പരമ്പരാഗതമായി വലതുവശത്ത് കിടന്ന കള്ളൻ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അവനിത് കേട്ടിരിക്കുകയാണ്, അവൻ കേൾക്കുകയാണ്. പാരമ്പര്യത്തിൽ അവന് ദിസ്മസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നിക്കേതോമസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ പീലാത്തോസിൻ്റെ നടപടികൾ എന്ന് പറയുന്ന അപ്പോക്രിഫൽ പുസ്തകങ്ങളിലൊക്കെയാണ് സുവിശേഷം എഴുതപ്പെട്ട കാലത്ത് തന്നെ എഴുതപ്പെട്ടതും എന്നാൽ ദൈവനിവേശിതമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമനുസരിച്ചുള്ള അത്തരം പുസ്തകങ്ങളിലാണ് ഇവരുടെ പേരുകൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദിസ്മസ് എന്ന് പറയുന്ന കള്ളൻ, വലതുവശത്ത് കിടന്ന കള്ളൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഇടതുവശത്ത് കിടക്കുന്ന കള്ളനായ അവൻ്റെ പേര് ഗസ്റ്റസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗസ്റ്റസ് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവസുതനാണ് എങ്കിൽ ഒപ്പം എന്നെയും രക്ഷിക്കുക. ഉടനെ തന്നെ ഇവൻ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ അവനെ തിരുത്തുന്നുണ്ട്. 4 കാര്യങ്ങളാണ് ഈ ഹ്രസ്വമായ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഈ നല്ല കള്ളൻ ചെയ്യുന്നത്. ഒന്നാമത് അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: കുരിശിൽ കിടക്കുന്നത് നീതിമാനാണ് എന്ന് ഏറ്റുപറയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ ആ ദുഷ്ടനായ കള്ളനെ തിരുത്തിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് അർഹമായ ശിക്ഷയാണ് നമുക്ക് കിട്ടിയത്, എന്നാൽ അവനെ നോക്കുക, നമ്മുടെ ഇടയിൽ കിടക്കുന്ന ഇവനെ നോക്കുക, ഈ രക്ഷകനെ നോക്കുക, അവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അപ്പോൾ ഒന്നാമത് അവൻ കൺഫസ് ചെയ്യുന്ന കാര്യം ഇതാണ്: നീതിമാനാണ് നമുക്കിടയിൽ കിടക്കുന്നവൻ. വീണവൻ ആരാണ് എന്നും വീഴാത്തവൻ ആരാണ് എന്നും വേർതിരിച്ചറിയാനുള്ള ആത്മബോധവും നടുവിൽ കിടക്കുന്ന ഈശോയോടുള്ള ഒരു ആദരവും ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ വീഴ്ചയെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്കിൽ അവൻ പറയുന്നത്, നമുക്ക് അർഹമായ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് നമുക്ക് അർഹമായ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. വീഴാത്തവൻ ഒരു ഭാഗത്ത് കിടക്കുന്നു, നമ്മളാകട്ടെ വീണുപോയവരാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നു. മൂന്നാമതായി അവൻ പറയുന്നത്, നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്നത് ആരാണെന്ന് നീ അറിയുന്നില്ലേ? ദൈവസുതനല്ലാതെ ഇതുപോലൊരു വാക്ക് പറയാൻ, കുരിശിൽ അർഹമല്ലാത്ത ശിക്ഷ ഏറ്റെടുക്കേണ്ട സമയത്തും ശാന്തമായി ഇതുപോലെ പ്രതികരിക്കാൻ മറ്റാർക്കാണ് കഴിയുക? ദൈവസുതനാണ് ഈ കിടക്കുന്നത് എന്ന് നീ അറിയുന്നില്ലേ? ആ വിധം ദൈവസുതൻ്റെ മുമ്പിൽ സാക്ഷ്യം അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാലാമത്, അവൻ അഗാധമായി സ്നേഹിച്ചു. രക്ഷകനെ അവൻ അഗാധമായി സ്നേഹിച്ചു. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? അത് കാണുന്നത് ഈ നല്ല കള്ളൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കിലൂടെയാണ്. അവൻ പറയുകയാണ്, യേശുവേ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നമ്മൾ ഓർക്കണം, ഈ പ്രാർത്ഥനയിൽ സ്നേഹമുണ്ട്, സത്യവുമുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളുവെങ്കിൽ ഒരു പക്ഷേ നല്ല കള്ളന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അവന് വേണമെങ്കിൽ പറയാം, എന്നെ രക്ഷിക്കണമേ, എന്നെ ഈ കുരിശിൽ നിന്ന് ഇറക്കുക, നീ രക്ഷകനാണെന്നറിയാം, നീ ഒരുപക്ഷെ മരിക്കണമായിരിക്കണം, പക്ഷേ എന്നെ ഈ കുരിശിൽ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം. ആദരവോടെ അവൻ്റെ ഈ ഭൂമിയിലെ ആയുസ് വർദ്ധിപ്പിക്കാൻ, നാളുകൾ വർദ്ധിപ്പിക്കാൻ അവന് ചില കാര്യങ്ങൾ, റിക്വസ്റ്റുകൾ ഈശോയുടെ മുമ്പിൽ പറയുമായിരുന്നു. പക്ഷെ സ്നേഹം മാത്രമല്ല, സത്യവും അവൻ്റെ വാക്കിലുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തതും ഏതാണെന്ന് തിരിച്ചറിയാൻ, നിത്യവും അനിത്യവുമായത് എന്താണെന്ന് തിരിച്ചറിയാൻ ഉള്ള ഒരു ആത്മബോധം, ഒരു തലയുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചം അവൻ്റെ ഉള്ളിലുണ്ട്.
നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യനോട് മരണമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറയണമെങ്കിൽ, ആ രാജ്യത്ത് എന്നെ ഓർക്കണമേ എന്ന് പറയണമെങ്കിൽ, അവൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമില്ലാതെ അത്തരം ചോദ്യം പറയാൻ അവന് കഴിയുമോ? മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, തന്നെപ്പോലെ കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മനുഷ്യനോട് മരണമില്ലാത്ത ജീവിതത്തിൽ എന്നെ ഓർക്കണമേ എന്നാണ് പറയുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഓർക്കണമേ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെറുതെ ഒരു ഒരു പാസിംഗ് ആയ ഒരു റിമംബറൻസ് അല്ല, മറിച്ച് നീ ഇടപെടണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന്, അബ്രാഹത്തെ ദൈവം ഓർത്തു. സോദോം ഗൊമോറ പട്ടണം തകർക്കപ്പെടുന്ന നേരത്ത് അബ്രാഹത്തെ ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും അതുവഴി അവൻ രക്ഷിച്ചു എന്നുകൂടിയാണ്. നോഹയെയും കുടുംബത്തെയും അവൻ്റെ മൃഗാദികളെയും ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തിൻ്റെ സമയത്ത് അവരെ രക്ഷിക്കാൻ ദൈവം കൃത്യമായ ഒരു പേടകം നിർമ്മിക്കാൻ അനുവദിച്ചു എന്നുകൂടിയാണ്. അല്ലെങ്കിൽ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിനെ ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വന്ധ്യമായ ഉദരത്തിന് ജീവിതം കൊടുത്തു, ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നുകൂടിയാണ് അർത്ഥം. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ നീ എന്നെ ഓർത്തല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹബക്കുക്ക് പ്രവാചകനിലൂടെ ദൈവം ആ സിംഹക്കുഴിയിൽ നിന്ന് അവനെ രക്ഷിച്ചു എന്നുകൂടിയാണ്. ഓർക്കുക, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക, ഓർക്കുമ്പോഴൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാണ് കുർബാന നമുക്ക് തന്നത്. കുർബാന ഒരു ഓർമ്മ കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്, ഇവൻ്റെ ഹ്രസ്വമാണ്, ഒരു വാക്കാണ് സത്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത്. നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. സത്യത്തിൽ ഈ നല്ല കള്ളന്, ഈ ദിസ്മസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് പാസിംഗ് തിങ്സ് എന്താണെന്നും ലാസ്റ്റിംഗ് തിങ്സ് എന്താണെന്നുമുള്ള വെളിച്ചമുണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. തീർന്നു പോകുന്നത് എന്താണ്, തീരാത്തത് എന്താണ്, തീരാത്ത നിത്യമായൊരു ജീവിതം ഉണ്ട് എന്നുള്ള ഒരു വെളിച്ചം എവിടുന്നോ ഈ കള്ളന് കിട്ടാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഈശോ ഉടനെ തന്നെ ശേഷിക്കുന്ന ജീവനിൽ, അധികമില്ല ജീവൻ ഈശോയിൽ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ ശിരസ് പതുക്കെ അവന് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഈശോ പറുദീസ എന്ന് പറയുന്ന വാക്ക് ഒരിക്കൽ മാത്രമേ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഈ നല്ല കള്ളന് നേരെയുള്ള വാക്കാണ്. നമ്മൾ ഓർക്കണം, പറുദീസയിലേക്കുള്ള പ്രവേശനത്തിൽ സുവിശേഷമനുസരിച്ച് ആദ്യം രക്ഷകനൊപ്പം കയറുന്നത് കള്ളൻ്റെ വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ പോലും ഈ നല്ല കള്ളൻ തന്നെയാണ്. ഞാൻ പിമ്പന്മാരും പിൻപന്മാരും ആകുമെന്നുള്ള വാക്ക്, വചനം ഓർക്കുക. ആദ്യം നീതിമാന്മാരോ വിശ്വാസ പാരമ്പര്യത്തിൽ കഴിയുന്നവരോ അല്ല, മറിച്ച് ഒരുപക്ഷെ കള്ളന്മാരും കൊള്ളക്കാരും അവൻ്റെ രാജ്യത്തിൽ ആദ്യം വിരുന്നുണ്ണാൻ പ്രവേശിക്കുമെന്ന് പറഞ്ഞ അവൻ്റെ വാക്കുകൾ ഓർക്കുക. അതെ, കള്ളൻ അവൻ്റെ ആ പ്രാർത്ഥനയിൽ, അവൻ്റെ അനുതാപത്തിൽ ദൈവം ഈശോ മനസ്സലിവ് കാണിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈ നല്ല കള്ളനുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദിസ്മസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില പാരമ്പര്യങ്ങളിലൊക്കെ സെയിൻറ്റ് ദിസ്മസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു വിശുദ്ധ പദവി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളികൾ പോലും പണിയുന്ന പാരമ്പര്യങ്ങളുണ്ട്. ഈ ദിസ്മസിനെ കുറിച്ച് ഒട്ടേറെ കഥകളും പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കഥ വളരെ മനോഹരമായി എനിക്ക് തോന്നി. അന്ന് ഈ കള്ളൻ, വലതുവശത്ത് കിടന്ന ദിസ്മസ് എന്ന് പറയുന്ന കള്ളൻ മരിച്ചില്ല എന്നാണ് ആ പാരമ്പര്യം. അപ്പോൾ അവൻ കുരിശിൽ കിടക്കുന്നു. സാബത്ത് ആയതുകൊണ്ട് എല്ലാ ശരീരങ്ങളും താഴെ ഇറക്കണം. ഈശോയുടെ ശരീരം ഇറക്കി, അമ്മ മറിയം അത് ഏറ്റുവാങ്ങി.
യോഹന്നാനും പ്രിയപ്പെട്ട സ്ത്രീകളും അത് ഏറ്റുവാങ്ങി. എന്നാൽ കള്ളന്മാരുടെ ശരീരം ഏറ്റുവാങ്ങാൻ ആരും ഉണ്ടാകില്ല. പൊതുവെ ശരീരം താഴെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ നല്ല കള്ളൻ്റെ സമീപത്തേക്ക് ഏതൊക്കെയോ സ്ത്രീകൾ കടന്നു വന്ന്, പാരമ്പര്യമാണെന്ന് ഞാൻ പറഞ്ഞു, കഥയാണെന്നും പറഞ്ഞു, ഇതാ കടന്നു വന്ന് അവർ പതുക്കെ അവൻ്റെ നെഞ്ചിൽ വെച്ച് കരങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഹൃദയത്തിലെ മിടിപ്പുകൾ തീർന്നിട്ടില്ല. ഇവൻ പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല. ശരിയാണ്, ഇവൻ്റെ കണങ്കാലുകൾ തകർത്തു, എങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടയാളികളോട് ഇവർ ചോദിച്ചു, ഈ ബോഡി ഞങ്ങൾക്ക് വിട്ടുതരാവോ, ഞങ്ങൾ കൊണ്ടുപോയി സംസ്കരിക്കാം. അങ്ങനെ സംസ്കരിക്കാൻ ആണെന്ന ഭാവേന ആ ബോഡി വാങ്ങി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ പച്ചമരുന്നുകളും ലേപനങ്ങളും ഔഷധങ്ങളും എല്ലാം പുരട്ടിക്കൊണ്ട് ഈ മനുഷ്യനെ ശേഷിക്കുന്ന ജീവൻ ഇങ്ങനെ ഊതി പ്രോജ്വലിപ്പിക്കാനായിട്ട് തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഇവന് പതുക്കെ നടക്കാൻ പറ്റുന്ന പാകത്തിലായി. അവൻ്റെ കയ്യിൽ ഒരു ഊന്നുവടിയില്ലാതെ അവന് മുന്നോട്ട് പോവുക എളുപ്പമല്ല. കാരണം കണങ്കാലുകൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നാട്ടിലെ ഇടവഴിയിലൂടെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എതിർവശത്തിലൂടെ അവനെ പരിചയമുള്ള ചില മനുഷ്യർ കടന്നു വരുന്നുണ്ട്. അവർ ഇങ്ങനെ കടന്നു വന്നപ്പോൾ കണ്ടു, നമ്മുടെ ദിസ്മസാണ് കള്ളൻ. ഉടനെ തന്നെ അവനെ നോക്കിക്കൊണ്ട് ആ എതിർവശത്തിലൂടെ വന്ന മനുഷ്യരൊരാൾ പറഞ്ഞു, നീ ദിസ്മസ് അല്ലേ കള്ളൻ, മരണത്തിന് പോലും വേണ്ടാത്തവൻ. മരണത്തിന് പോലും വേണ്ടാത്തവനെന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പ്രിയര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ചങ്ക് വല്ലാതെ തകർന്നുപോയി. ഇവൻ ഏതാനും സമയത്തേക്ക് കണ്ണ് ഇറുക്കി അടച്ചു. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങുന്ന നേരത്ത് പെട്ടെന്ന് അവൻ്റെ കാതുകളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മരണത്തിന് മുമ്പ് ദൈവസുതൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതുകളിൽ ഒരിക്കൽ കൂടി മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്നല്ലേ ദൈവസുതനായ ഈശോ മരിക്കാൻ സമയമായപ്പോൾ എന്നോട് പറഞ്ഞത്? അവൻ തുടർന്ന് പറയാൻ തുടങ്ങി, ഞാനിപ്പോൾ നടക്കുന്നത് നാട്ടിലെ ഊടുവഴിയിലൂടെയല്ല, മറിച്ച് പറുദീസയിലൂടെയാണ്. അവൻ കരഞ്ഞില്ല, മറിച്ച് അവൻ്റെ ആത്മബോധം കുറേ കൂടി ബലപ്പെടുത്തിക്കൊണ്ട് അവൻ നടന്നുപോയി. അവൻ തന്നോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ നടക്കുന്നത് പറുദീസയിലൂടെയാണ് എന്ന്. യേശുവിൽ സഹോദരങ്ങളെ, ഈശോയുടെ രണ്ടാമത്തെ മൊഴി ധ്യാനിക്കുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കേണ്ട ഒരു മെൻ്റൽ ഡിസ്പോസിഷൻ, ഒരു മാനസികമായ അവസ്ഥ ഇതായിരിക്കണം. ഈശോയെ കണ്ടുമുട്ടുന്ന ഏതൊരാത്മാവും സഞ്ചരിക്കുന്നത് ഈ ഭൂമിയുടെ പ്രതലത്തിലെ ഏതെങ്കിലും നാടുവഴികളിലൂടെയോ ഊടുവഴികളിലൂടെയോ അല്ല. അതിനേക്കാൾ ഉപരി നമ്മൾ സഞ്ചരിക്കുന്നത് പറുദീസയിലൂടെയാണ്. അവനെ കണ്ടെത്തിയവരെല്ലാം സത്യത്തിൽ അവനാൽ ജീവിതം ആകർഷിക്കപ്പെട്ടവരെല്ലാം പറയേണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് വേദനയുണ്ട്, മുറിവുകൾ എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ മനസ്സിലും ആത്മാവിലുമുണ്ട്, എനിക്ക് ഒട്ടേറെ കഷ്ടതകളുണ്ട്, എങ്കിലും ഞാൻ സഞ്ചരിക്കുന്നത് പറുദീസയിലൂടെയാണ്. കാരണം രക്ഷകനെ കണ്ടുമുട്ടിയവർക്ക് പറുദീസ ഈ ഭൂമിയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും അതിൻ്റെ പൂർത്തീകരണമാണ് നിത്യജീവിതത്തിൻ്റെ പൂർണിമയിലുള്ള പ്രവേശനം എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ദിവസം കഴിഞ്ഞ ദിവസത്തെ എന്നതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ എക്സസൈസ് ചെയ്യണം. അതിതാണ് ഏറ്റുപറയുക. തെറ്റുകൾ ഏറ്റുപറഞ്ഞ, ഞാൻ വീണു പോയവനാണ് എന്ന് ഏറ്റുപറഞ്ഞ നല്ല കള്ളനെ നോക്കിക്കൊണ്ടാണ് രക്ഷകൻ അന്ന് കുരിശിൽ നിന്ന് ആ മൊഴി പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. എങ്കിൽ ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, കൺഫെഷന് പോവുക, കുമ്പസാരിക്കുക. നമ്മൾ കുമ്പസാരത്തിന് പോയി കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നതും ഇത് തന്നെയാണ്, നിൻ്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു, നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, നീ പറുദീസയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കൺഫെഷനിൽ നിന്ന്, കുമ്പസാരത്തിൽ നിന്ന് നാളുകളായി അകന്നു നിൽക്കുന്ന മനുഷ്യനാണോ നീ? ഈ വചനത്തെ പ്രതി കുമ്പസാരിക്കുക. തീർച്ചയായും ആ നല്ല കള്ളൻ കേട്ട
അതേ വാക്ക് നിൻ്റെ ചങ്കിലും നിൻ്റെ കാതിലും ഒരുപോലെ നിനക്ക് കേൾക്കാനായിട്ട് ഈ ദിവസം ഇടവരും. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.